ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ 9 month എബോ ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഫുഡ് റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര ഹെൽത്തിയാണ്. മുതിർന്നവർക്കും കുട്ടികൾക്ക് എല്ലാവർക്കും ഒരെണ്ണം കഴിച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ബദാം, പിസ്ത, അണ്ടിപ്പരിപ്പ്, പീനട്ട്, അതുപോലെ വാൾനട്ടുമാണ് കേട്ടോ. ഇതൊക്കെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. അത് ഞാൻ ഒരു ചൂടായ പാനിലേക്ക് ആദ്യം ബദാമും പിസ്തയും ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതൊന്ന് ചെറുതായിട്ട് കളർ മാറുമ്പോൾ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഇതൊക്കെ നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. വറുത്തെടുത്ത ബദാമും പിസ്തയും ഞാൻ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തണിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുന്നത്. പിന്നെ പീനട്ടും കാഷ്യൂനട്ടും വാൾനട്ടും കൂടെ ഒന്നുകൂടെ വറുത്തെടുക്കുന്നുണ്ട്. അത് നന്നായി ചൂടായി കളറൊന്നും ചേഞ്ച് ആകുമ്പോൾ ഞാൻ അതേ പാത്രത്തിലേക്ക് തന്നെ മാറ്റി നിരത്തിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഈത്തപ്പഴം കുരുവളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഈത്തപ്പഴം ചൂടാക്കി എടുക്കുന്നത് പെട്ടെന്ന് കേട് വരാണ്ടിരിക്കാൻ കേട്ടോ. ഇനി ഈത്തപ്പഴം ചൂടായതിനു ശേഷം ഈ നട്ട്സ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഫൈൻ പൗഡർ ആക്കിയിട്ടാണ് ഞാൻ പൊടിക്കുന്നത്. കാരണം 9 മാസമായ ആയിട്ടുള്ളൂ എൻ്റെ മോനിക്ക്, അതുകൊണ്ടാണ് കേട്ടോ. ഇത് വലിയവർക്കോ അതോ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ഫൈൻ പൗഡർ ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ നട്ട്സും പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈത്തപ്പഴം കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഈ അരച്ച ഈത്തപ്പഴത്തിലേക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്നുകൂടി ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള പൊടി അതിലേക്ക് കുറച്ച് വെച്ചിട്ട് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് അവിലും ഓട്സൊക്കെ ചേർക്കൽ ഓപ്ഷണലാണ്. അത് നല്ലതാണ് കേട്ടോ ചേർക്കുന്നത്. ഞാൻ ഇവിടെ ഇതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് ഇത് ഉണ്ടയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലുള്ള ഉണ്ടയാണോ വേണ്ടത് ആ ഒരു വലുപ്പത്തിലാക്കി എടുക്കുക. ഞാൻ മോനിക്ക് ആയതുകൊണ്ട് ചെറിയ ഉണ്ടയായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഇത് ഞാൻ ഈവനിങ് ആണ് കൊടുക്കാറ്. ഡേറ്റ്സിൻ്റെ മധുരം ആയതുകൊണ്ട് തന്നെ അവനത് കഴിക്കാറുണ്ട്. ചോറോ മറ്റു ഫുഡാണ് കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും കഴിക്കാറില്ല കേട്ടോ. ഭയങ്കര മടിയാണ് കഴിക്കാൻ. ഇപ്പോൾ മടിയില്ലാണ്ട് അവനിത് കഴിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും മക്കൾക്കൊന്ന് കൊടുത്ത് നോക്കുക. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.